ഹായ് മക്കളെ, NV ബയോളജി ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോ ലെസണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് എന്ന് പറയുന്ന മനോഹരമായ ഒരു ചാപ്റ്ററാണ്, ചെറിയ ഒരു ചാപ്റ്ററാണ്. അപ്പൊ ഏകദേശം 3 എപ്പിസോഡുകൾ കഴിഞ്ഞു. ഇത് 4ാമത്തെ എപ്പിസോഡാണ്. പരീക്ഷയ്ക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് കൂടിയാണ് ഇത്. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ആണ് ഇതിനകത്ത് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഗ്യാസുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ച്. നമുക്കറിയാം 2 ഗ്യാസുകളാണ് പ്രധാനമായും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് അല്ലെ, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. ഇത് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ പറയും, അത് കഴിഞ്ഞതിന് ശേഷം ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കഴിയും. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസിൽ ആദ്യം ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ, പിന്നെ ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ എന്ത് മനസ്സിലാക്കണം അറിയോ? എങ്ങനെയാണ് നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷനും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, വളരെയധികം സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ വേണ്ടി വരച്ച ഒരു ചിത്രമാണിത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരിക്കലും തോന്നരുത്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, ഹാർട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് അടുത്ത ചാപ്റ്റർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. തൽക്കാലം ഇത് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയ സ്കീമാറ്റിക് ഡയഗ്രാം വരക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. എന്തായിരുന്നു ആർട്ടറി എന്ന് പറഞ്ഞിരുന്നു? ഹൃദയത്തിൽ നിന്നും രക്തം പുറത്തോട്ട് കൊണ്ടുപോകുന്ന രക്തക്കുഴലിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞത്? ആർട്ടറി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലിനെ ആർട്ടറി എന്നും, ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലിനെ എന്തെന്നും വിളിച്ചു? വെയിൻ എന്നും വിളിച്ചു. അപ്പൊ ഏതൊക്കെ പഠിച്ചു? ആർട്ടറി ഉണ്ട്, പിന്നെ എന്തുണ്ട്? വെയിൻ ഉണ്ട്. അപ്പൊ ഈ 2 കാര്യങ്ങൾ മനസ്സിലായല്ലോ. അടുത്തത് എന്തായിരുന്നു? ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഓക്സിജന്റെ അളവ് കൂടിയ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറഞ്ഞ രക്തത്തെ നമ്മൾ വിളിച്ചു എന്ത് ബ്ലഡ് എന്ന് പറഞ്ഞു? ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് വിളിച്ചു. എന്തായിരുന്നു? അല്ലെങ്കിൽ പ്യുവർ ബ്ലഡ് എന്ന് വിളിച്ചു. എന്തായിരുന്നു ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ? ഓക്സിജന്റെ അളവ് കുറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ രക്തത്തെ എന്ത് വിളിച്ചു? ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് വിളിച്ചു. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. എക്സ്ട്രാ കുറെ കാര്യങ്ങൾ ഇത് മനസ്സിലാക്കുക. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ്. അപ്പൊ അശുദ്ധ രക്തത്തെ ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആക്കി മാറ്റുന്ന സ്ഥലമാണ് ലങ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലങ്സുമായി ബന്ധപ്പെട്ട ടേം ആണ് എന്തെന്ന് പറയുന്നത്? പൾമണറി. അപ്പൊ പൾമണറി എന്ന് എവിടെ കേട്ടാലും ആലോചിക്കുക അതെന്താണ്? ലങ്സ് ആണ് എന്നുള്ളത്. അപ്പൊ ആർട്ടറി ആണ് ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുവന്നു, വെയിൻ എന്ന് പറഞ്ഞ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? PO2 എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്നാണ്. എന്താണ് ഈ പാർഷ്യൽ പ്രഷർ? ഒരു മിക്സ്ചർ ഗ്യാസിൽ ഒരു പെർട്ടിക്കുലർ ഗ്യാസിന്റെ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. ഇത് വായിക്കുക, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്നാണ്. PCO2 എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ്. ഓക്കെ, എപ്പോഴും മനസ്സിലാക്കുക പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആൽവിയോളസിനകത്ത്, ആൽവിയോളസ് എവിടെയാന്ന് നമുക്കറിയാം, ശ്വാസകോശത്തിൽ. അവിടെ വെച്ചാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇവിടെ ഞാൻ ഒരു ആൽവിയോളസിന് ചിത്രം വരച്ചു. ആൽവിയോളസിൽ എപ്പോഴും മീൻസ് ഗ്യാസ് നമ്മൾ ഉള്ളിലോട്ട് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് PO2 എപ്പോഴും അധികമായിരിക്കും, PCO2 കുറവായിരിക്കും, ടെമ്പറേച്ചർ കുറവായിരിക്കും, H+ കുറവായിരിക്കും. ഈ കണ്ടീഷൻ എപ്പോഴും മനസ്സിൽ വെക്കുക. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? പാർഷ്യൽ പ്രഷർ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നതിന് വേണ്ടി കുഞ്ഞു ടിപ്പുകൾ പഠിക്കണം. എന്താണ് ആർട്ടറി എന്ന് പറഞ്ഞു? ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്നു. എന്താണ് വെയിൻ എന്ന് പറഞ്ഞു? ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്നു. ഓക്സിജന്റെ അളവ് കൂടിയ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറഞ്ഞ രക്തത്തെ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്നും, ഓക്സിജന്റെ അളവ് കുറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ ബ്ലഡിനെ നമ്മൾ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് എന്ന് പറഞ്ഞു. ഇതിലേക്ക് നോക്കരുത് സുഹൃത്തുക്കളെ, ഇതിലേക്ക് നോക്കുക. ലങ്സുമായി ബന്ധപ്പെട്ട ടേമിനെ പൾമണറി എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? പൾമണറി എന്ന് പറഞ്ഞു. ഇനി അടുത്തത് ആൽവിയോളസിന്റെ കണ്ടീഷൻ എന്താണ്? PO2 കൂടുതലാണ്, PCO2 കുറവാണ്, ടെമ്പറേച്ചർ കുറവാണ്, H+ കുറവാണ്. അതായത് ഓക്സിജൻ അല്ലാത്ത എല്ലാം കുറവാണ്. H+ കുറവാ എന്നുള്ളതിന്റെ അർത്ഥം എപ്പോഴും മനസ്സിലാക്കുക, pH കൂടുതലാണെന്നാണ്. pH കൂടുതലാണ്. ഇത് നമ്മൾ റിലേഷൻ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതിൽ എപ്പോഴും കേൾക്കുക, H+ കുറവാ എന്നുള്ളതിന്റെ അർത്ഥം എന്ത് കൂടുതലാണ്? pH കൂടുതലാണ്. അതായത് ബേസിസിറ്റി ആണ്. pH കൂടാതെ ബേസിക് അല്ലേ? അതെ. അപ്പൊ PO2 അല്ലാത്ത ബാക്കിയുള്ളതൊക്കെ കുറവ്, PCO2 കുറവ്, ടെമ്പറേച്ചർ കുറവ്, H+ കുറവ്. എവിടെ? ആൽവിയോളസില്. ഇനി സെല്ലിന്റെ കണ്ടീഷൻ എന്താണെന്നറിയോ? ഇവിടെ ഞാനൊരു സെല്ലിന്റെ ചിത്രം വരച്ചു. നേരെ വിപരീതം. സെല്ലിൽ PO2 കുറവായിരിക്കും, PCO2 കൂടുതലായിരിക്കും,
ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, H+ കൂടുതലായിരിക്കും. അതായത് PO2 കുറവ്, ഇതിന്റെ നേരെ വിപരീതം. H+ കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താ? pH കുറവ്, അതായത് മിക്കവാറും അസിഡിക് ആയിരിക്കും. എന്തുകൊണ്ടാണ് സെല്ലിനകത്ത് എപ്പോഴും ഓക്സിജൻ കുറവ്? സെല്ലിനകത്തോട്ട് നമ്മൾ എന്ത് കയറ്റുന്നു? ഓക്സിജൻ കയറുന്നു. ആ സെല്ല് ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്തുള്ള എല്ലാ മെറ്റബോളിക് പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, കാറ്റബോളിക് പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഇതിന് ഓക്സിജൻ കിട്ടുന്നു, പൊട്ടുന്നു, ഓക്സിജൻ കിട്ടുന്നു, പൊട്ടുന്നു, ഓക്സിജൻ കിട്ടുന്നു, പൊട്ടുന്നു. അല്ല മക്കളെ, അപ്പൊ ഇങ്ങനെ ഓക്സിജൻ കിട്ടുന്നത് അങ്ങനെ ഉപയോഗിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും PO2 കുറവായിരിക്കും. എന്ത് കൂടുതലായിരിക്കും? PCO2 കൂടുതലായിരിക്കും. കാരണം ആ മെറ്റബോളിക് റിയാക്ഷന് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് PCO2 ഉണ്ടാവും. സ്വാഭാവികമായിട്ട് അവിടെ നടക്കുന്ന ഒരു രാസപ്രക്രിയയാണ്. ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, H+ കൂടുതലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ഹാർട്ടിനെ കുറിച്ച് പഠിക്കാം. ഇതാണ് നമ്മുടെ ഹാർട്ട്. ഹാർട്ടിന്റെ ഫംഗ്ഷൻ എന്താ നമുക്കറിയാം. പമ്പിങ് ഓർഗൻ ആണ് ഹാർട്ട്. ഹാർട്ടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ലങ്സ് ഉണ്ട്. ഞാൻ വരക്കുന്നില്ല, ഇത് ഡയഗ്രമാറ്റിക് സ്കെച്ച് ആണ്. ഇതാ ഇവിടെ കാണാം. ഇതാണ് ഹാർട്ടെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും എന്തുണ്ട്? ഓൺ ഐദർ സൈഡ് ഓഫ് ദ ഹാർട്ട് എന്തുണ്ട്? ലങ്സ് ഉണ്ട്. ഇതാണ് ഹാർട്ട്. ഹൃദയത്തിൽ നിന്നും പുറത്തോട്ട് പോകുന്ന രക്തക്കുഴലിനെ വിളിക്കുന്നവരെ ആർട്ടറി. അപ്പൊ ഇതൊരു ആർട്ടറിയാണ്. ആരോ മാർക്ക് ശ്രദ്ധിക്കുക. ഹൃദയത്തിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവന്ന രക്തക്കുഴൽ, അപ്പൊ ഇതെന്താണ്? ആർട്ടറിയാണ്. അത് എങ്ങോട്ടാ കൊണ്ടുവന്ന്? ലങ്സിലേക്ക് കൊണ്ടുവന്ന്. എപ്പോഴും മനസ്സിലാക്കുക, ലങ്സിലേക്ക് പോകുന്ന രക്തത്തിന്റെ പ്രത്യേകത എന്ത് രക്തമായിരിക്കും? ഓക്സിജന്റെ അളവ് കുറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ രക്തമായിരിക്കും. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഹൃദയത്തിൽ നിന്നും പുറത്തോട്ട് രക്തം പോയി. ഏത് രക്തക്കുഴൽ വഴി? ശ്രദ്ധിച്ചു കേൾക്കുക. ഹൃദയത്തിൽ നിന്നും പൾമണറി ആർട്ടറി വഴി രക്തം പുറത്തോട്ട് പോവുകയാണ്. എങ്ങോട്ട്? ലങ്സിനകത്തോട്ട്. ഇതാണ് ലങ്സിന്റെ ചിത്രം. ലങ്സിനകത്തുള്ള ഒരു ആൽവിയോളസിന്റെ ചിത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ലങ്സിന്റെ പ്രത്യേകത എന്താണ്. ലങ്സിനകത്ത് ആൽവിയോളസിനകത്ത് PO2 കൂടുതലായിരിക്കും. നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുത്ത PO2 കൂടുതലായിരിക്കും, PCO2 കുറവായിരിക്കും, ടെമ്പറേച്ചർ കുറവായിരിക്കും, H+ കുറവായിരിക്കും. അല്ലേ? എപ്പോഴും മനസ്സിലാക്കുക. എന്തൊക്കെ? PO2 കൂടുതലായിരിക്കും, PCO2 കുറവായിരിക്കും, ടെമ്പറേച്ചർ കുറവായിരിക്കും, H+ കുറവായിരിക്കും. ഏതിനകത്ത്? ലങ്സിന് പകരം ഞാൻ ഇവിടെ ആൽവിയോളസ് വെച്ചു. അപ്പൊ ഹാർട്ടിൽ നിന്നും ലങ്സിലേക്ക് എന്ത് രക്തം പോയി? അശുദ്ധ രക്തം പോയി. എന്തായിരുന്നു അശുദ്ധ രക്തം? ഓക്സിജന്റെ അളവ് കുറഞ്ഞ, കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടിയ ബ്ലഡ്. വേറെ പേര് ഡിയോക്സിനേറ്റഡ് ബ്ലഡ്. ഏത് വഴിയാ പോയെ? ഹാർട്ടിൽ നിന്നും പൾമണറി ആർട്ടറി എന്ന് പറയുന്ന രക്തക്കുഴൽ വഴി. എന്തുകൊണ്ട് ആർട്ടറി എന്നുള്ള പേര് വിളിച്ചു? ഹൃദയത്തിൽ നിന്നാണ് രക്തം കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട് പൾമണറി എന്ന് വിളിച്ചു? ലങ്സിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് വിളിച്ചു പൾമണറി ആർട്ടറി. അങ്ങനെ ഹാർട്ടിൽ നിന്നും പൾമണറി ആർട്ടറി വഴി അശുദ്ധ രക്തം ലങ്സിലേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ ആൽവിയോളസിലെത്തി. ആൽവിയോളസിൽ എത്തുന്ന സമയത്ത് ഇവിടെ ഓക്സിജൻ കൂടുതലാണ്, ഇവിടെ ഓക്സിജൻ കുറവാണ്. സ്വാഭാവികമായിട്ടും ഇതിൽ നിന്നും ഇതിലേക്ക് എന്ത് ഡിഫ്യൂഷൻ നടക്കും? ഓക്സിജൻ. ഇതിൽ നിന്നും ഇതിലേക്ക് എന്ത് ഡിഫ്യൂഷൻ നടക്കും? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഇതിനകത്ത് എന്ത് കൂടി? കാർബൺ ഡൈ ഓക്സൈഡ് കൂടി. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഇതുവഴി നമ്മൾ ട്രക്കിയ വഴി മൂക്കിലൂടെ ഇങ്ങനെ എക്സ്പയർ ചെയ്യും. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഇതിൽ നിന്നും ഇതിലേക്ക് ഓക്സിജൻ ഇങ്ങനെ ചാടുകയാണ്. ഇതിൽ നിന്നും ഇതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഇതിൽ നിന്നും ഇതിലേക്ക് എന്ത് ചാടുകയാണ് സുഹൃത്തുക്കളെ? കാർബൺ ഡൈ ഓക്സൈഡ് ചാടുകയാണ്. ഇവിടെ നിന്ന് എന്ത് ചാടുന്നുണ്ട്? ഓക്സിജൻ ചാടുന്നുണ്ട്. അപ്പൊ ലങ്സിനകത്തു നിന്നും പുറത്തേക്ക് വരുന്ന രക്തക്കുഴലിന്റെ പ്രത്യേകത എന്തായിരിക്കും? ആ രക്തത്തിന്റെ പ്രത്യേകത ഓക്സിജന്റെ അളവ് കൂടിയ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറഞ്ഞ രക്തം, അതായത് ശുദ്ധരക്തം. ആ ശുദ്ധരക്തം ലങ്സിനകത്തു നിന്നും പുറത്തോട്ട് കൊണ്ടുപോകുന്ന രക്തക്കുഴലിനെ വിളിക്കുന്ന പേരാണ് പൾമണറി വെയിൻ. വെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ രക്തം നേരെ പോകുന്നത് ഹാർട്ടിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് അതിനെ വിളിച്ചു വെയിൻ. എന്തായിരുന്നു വെയിൻ? ഇറ്റ് ക്യാരി ബ്ലഡ് ടു ദ ഹാർട്ട്. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്നു. എവിടെ നിന്നാ കൊണ്ടുവരുന്നത്? ലങ്സിൽ നിന്ന്. അതുകൊണ്ട് വിളിച്ചു പൾമണറി വെയിൻ. അപ്പൊ ഇതിനകത്ത് എന്ത് രക്തമുള്ളത്? ശുദ്ധരക്തം. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. പൾമണറി ആർട്ടറി വഴി അശുദ്ധ രക്തം ലങ്സിലേക്ക് പോയി. അല്ലേ? എന്തായിരുന്നു അശുദ്ധ രക്തം? ഓക്സിജന്റെ അളവ് കുറഞ്ഞ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ രക്തം. അത് ലങ്സിലേക്ക് എത്തി. അവിടെ വെച്ച് ഗ്യാസ് എക്സ്ചേഞ്ച് നടന്നു. അങ്ങനെ ലങ്സിൽ നിന്നും പുറത്തേക്ക് വരുന്ന രക്തത്തിന്റെ പ്രത്യേകത ശുദ്ധരക്തമായിരിക്കും. ഇത് ഡയഗ്രമാറ്റിക് സ്കെച്ചാണ്. എന്താണ് ശുദ്ധരക്തം? ഓക്സിജന്റെ അളവ് കൂടിയ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറഞ്ഞ രക്തം. അത് കൊണ്ടുവരുന്ന രക്തക്കുഴലിന്റെ പേര് പൾമണറി വെയിൻ. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഹാർട്ടിലേക്ക്. എന്നിട്ട് ഹാർട്ടിൽ അപ്പൊ എന്ത് ബ്ലഡ് എത്തി? ഹാർട്ടിൽ 4 അറകളുണ്ട്. ഹാർട്ടിൽ വെച്ച് ഒരിക്കലും ശുദ്ധരക്തവും അശുദ്ധ രക്തവും മിക്സ് ചെയ്യുന്നില്ല. ശ്രദ്ധിക്കുക, ഹാർട്ടിൽ വെച്ച് ഒരിക്കലും ഈ ബ്ലഡുകൾ തമ്മിൽ മിക്സ് ചെയ്യുന്നില്ല. ഹാർട്ടിനകത്ത് 4 അറകളുണ്ട്. അത് ഏതൊക്കെയാന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഹാർട്ടിലേക്ക് എന്ത് രക്തം എത്തി? ശുദ്ധരക്തം എത്തി. ഏതു വഴി? പൾമണറി വെയിൻ വഴി. അങ്ങനെ ഇവിടേക്ക് എത്തി. ഹാർട്ടിൽ നിന്ന് ശുദ്ധരക്തം. അങ്ങനെ ഹാർട്ടിൽ നിന്ന് ശുദ്ധരക്തം. എന്തായിരുന്നു ശുദ്ധരക്തം? ഓക്സിജന്റെ അളവ് കൂടിയ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറഞ്ഞ രക്തം
നേരെ ബോഡി പാർട്ടിലേക്ക് പോവാണ്. ബോഡി പാർട്ടിലേക്ക് ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്നു. അങ്ങനെ ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്നു. ഈ രക്തക്കൊലിനെ വിളിക്കുന്ന പേരെന്താണ്? ആർട്ടറി. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ബോഡി പാർട്സ്. അപ്പൊ ഈ രക്തക്കൊലിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റമിക് ആർട്ടറി. അപ്പൊ ആലോചിക്കുക, സിസ്റ്റമിക് ആർട്ടറിയുടെ പ്രത്യേകത എന്താ? ഓക്സിജന്റെ അളവ് കൂടിയ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറഞ്ഞ രക്തമായിരിക്കും അല്ലെ. ഹാർട്ടിൽ നിന്നും അശുദ്ധ രക്തം പൾമണറി ആർട്ടറി വഴി പോയി ഇവിടെ വെച്ച് ഗ്യാസ് എക്സ്ചേഞ്ച് നടന്ന് ശുദ്ധരക്തമായി പൾമണറി വെയിൻ വഴി നേരെ ഹാർട്ടിലേക്ക് എത്തി. ഹാർട്ടിൽ നിന്നും ശുദ്ധരക്തം നേരെ ബോഡി പാർട്സിലേക്ക് പോകണം. ഏത് വഴി? സിസ്റ്റമിക് ആർട്ടറി വഴി അല്ലെ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സെല്ലിന്റെ അവസ്ഥ എന്താ? സെല്ലിന്റെ അവസ്ഥ ഓക്സിജന്റെ അളവ് കുറവാണ്. എന്തിന്റെ അളവ് കൂടുതലാണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ശുദ്ധരക്തത്തിൽ നിന്നും എന്തിങ്ങോട്ട് ചാടുന്നു? ഓക്സിജൻ ചാടുന്നു. ഇവിടെ നിന്ന് എന്തിങ്ങോട്ട് ചാടുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ചാടുന്നു. ആ ഓക്സിജൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടാനുള്ള കാരണം എന്താ? ഇവിടെ ഓക്സിജൻ അളവ് കുറവാണ്, ഇവിടെ എന്താണ്? കൂടുതലാണ്. ഇവിടുന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ചാടാനുള്ള കാരണം എന്താ? ഇവിടെ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കുറവാണ്, എന്തിന്റെ അളവ് കൂടുതലാണ്. ഈ പരിപാടിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഡിഫ്യൂഷൻ. അപ്പൊ കോൺസെൻട്രേഷൻ അനുസരിച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ പരിപാടിന്റെ പേര് ഡിഫ്യൂഷൻ. ഈ ഓക്സിജൻ ഈ കോശത്തിന്റെ കാറ്റബോളിക് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ധാരാളം റിയാക്ഷൻസ് നടക്കുന്നു. ടെമ്പറേച്ചർ കൂടുന്നു, H+ കൂടുന്നു, കാര്യങ്ങൾ അറിയാലോ. അപ്പൊ ഇതിനകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന രക്തക്കൊലിന്റെ പേരെന്താ? ബോഡി പാർട്ടിലേക്ക് രക്തം കൊണ്ടുവന്ന രക്തക്കൊലിന്റെ പേരെന്താ? സിസ്റ്റമിക് ആർട്ടറി. അങ്ങനെ ബോഡി പാർട്ടിലേക്ക് എത്തുന്നു, അതായത് കോശങ്ങളിലേക്ക് എത്തുന്നു അല്ലെ. ബോഡി പാർട്സ് ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? കോശങ്ങളൊക്കെ ചേർന്നിട്ടാണ് അല്ലെ. കോശങ്ങളിൽ വെച്ച് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നു. അപ്പൊ ഇതിനകത്ത് എന്ത് രക്തമായി? അശുദ്ധ രക്തമായി. എന്താ അശുദ്ധ രക്തം എന്ന് പറഞ്ഞാല്? ഓക്സിജന്റെ അളവ് കുറഞ്ഞ, കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടി. എങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടിയേ? ഇതിനകത്തുള്ള ഓക്സിജൻ ഇങ്ങോട്ട് ചാടി, ആ ഓക്സിജൻ ഉപയോഗിച്ചു. അങ്ങനെ ഇതിനകത്ത് കാറ്റബോളിക് റിയാക്ഷന് വേണ്ടി ആ ഓക്സിജൻ ഉപയോഗിച്ചു. അങ്ങനെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ് ഇതിനകത്ത് നിന്ന് ഇങ്ങോട്ട് ചാടി. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഈ ബ്ലഡിലേക്ക് എത്തി. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടി, ഓക്സിജന്റെ അളവ് കുറഞ്ഞു. ആ രക്തം ഇങ്ങനെ പോയി 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 എങ്ങോട്ട് തന്നെ പോവാണ്? ഹാർട്ടിലേക്ക് തന്നെ പോവാണ്. ഏത് വഴി? ഹാർട്ടിലേക്കല്ലേ രക്തം കൊണ്ടുപോകുന്നത്? അതെ. അപ്പൊ ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്താ? വെയിൻ. ആ വെയിന്റെ പേരാണ് സിസ്റ്റമിക് വെയിൻ. ബോഡി പാർട്സിലേക്ക് കൊണ്ടുപോകുന്നത് സിസ്റ്റമിക് ആർട്ടറി, ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്നത് സിസ്റ്റമിക് വെയിൻ. എന്ത് രക്താണ്? ഇംപ്യൂർ ബ്ലഡ്, അതായത് ഡിയോക്സിജൻ ബ്ലഡ് നേരെ ഇങ്ങനെ കൊണ്ട് ഹാർട്ടിലേക്ക് എത്തി. ഹാർട്ടിൽ നിന്ന് വീണ്ടും അത് ലങ്സിലേക്ക് പോകുന്നു. എന്ത് രക്തം? അശുദ്ധ രക്തം ശുദ്ധമാകുന്നു. പൾമണറി വെയിൻ വഴി ഹാർട്ടിലേക്ക് എത്തുന്നു. എന്ത് രക്തം? ശുദ്ധരക്തം. അത് ആ ശുദ്ധരക്തം ബോഡി പാർട്സിലേക്ക് സിസ്റ്റമിക് ആർട്ടറി വഴി എത്തുന്നു. ബോഡി പാർട്സിന് വേണ്ട ഓക്സിജൻ കൊടുക്കുന്നു. അങ്ങനെ ഇതിലേക്ക് അശുദ്ധ രക്തമായി മാറുന്നു. ആ അശുദ്ധ രക്തം സിസ്റ്റമിക് വെയിൻ വഴി ഹാർട്ടിലേക്ക് പോകുന്നു. ഈ സൈക്ലിംഗ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായല്ലോ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നേരെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്തൊരു പോയിന്റ് ആണ്. എന്തെന്ന് പറയുന്നത്? ബ്ലഡ് എന്ന് പറയുന്നത്. എന്ത്? ബ്ലഡ്. ഇനി നമ്മൾ ബ്ലഡിനെ കുറിച്ചൊരു പരിചയമാണ്. രക്തത്തെ കുറിച്ചൊരു ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് നല്ല എളുപ്പമായിട്ട് മനസ്സിലാവും. ക്ലിയർ ആയല്ലോ? നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അത് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനത്തെ കുറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാണ്. ബ്ലഡിന്റെ മലയാളം എന്താ? രക്തം. രക്തത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് പ്ലാസ്മയും ഫോംഡ് എലിമെന്റും. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ്. രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. ഈ പ്ലാസ്മയും ഫോംഡ് എലിമെന്റും ചേർന്നതാണ് എന്തായിട്ട് മാറുക? രക്തമായിട്ട് മാറുക. ഓക്കെ, എന്തൊക്കെയാണ് ഈ ഫോംഡ് എലിമെന്റ്? ഫോംഡ് എലിമെന്റിൽ ആരൊക്കെയുണ്ട്? RBC. RBCയുടെ ഫുൾ ഫോം നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും. റെഡ് ബ്ലഡ് സെൽ എന്ന് പറയും. വൈറ്റ് ബ്ലഡ് സെൽ ശ്വേത രക്താണു. ഇതെന്തായിരുന്നു? എന്തുവാ പറയാ? പിന്നെ അരുണ രക്താണുക്കൾ. ഇത് ശ്വേത രക്താണുക്കൾ, WBC. പിന്നെ പ്ലേറ്റ്ലെറ്റ്. ഇതിൽ പ്ലേറ്റ്ലെറ്റ് നമുക്ക് രക്തം കട്ടപിടിക്കാൻ സഹായിക്കും. രോഗാണുക്കൾക്കെതിരെ പോരാടുന്നതാണ് എന്ത്? WBC. RBCന്റെ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞുതരാം. അപ്പൊ രക്തത്തിന്റെ ദ്രാവക ഭാഗം എന്താ? പ്ലാസ്മ. അതായത് ഒരു പുഴ ആലോചിക്കാം, മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് പുഴ. ഈ പുഴന്റെ അകത്ത് ഒരു മഞ്ഞ നിറത്തിലുള്ള ദ്രാവകമാണ് ഒഴുകുന്നതെന്ന് വിചാരിക്കാം. മഞ്ഞ നിറത്തിലുള്ള ദ്രാവകം. ആ മഞ്ഞ നിറത്തിലുള്ള ദ്രാവകത്തെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മ. എന്ത്? പ്ലാസ്മ. ഇതിലേക്ക് കൊണ്ടുപോയിട്ട് ധാരാളം ജാമ്പക്ക കൊണ്ടുപോയിടുക എന്ന് പറയാം. എന്താ ഈ ജാമ്പക്ക എന്ന് പറയുന്ന സാധനം കേട്ടണോ? ഓരോ നാട്ടിലും ഓരോ പേരാണ്. ചാമ്പക്ക, ജാമ്പക്ക എന്ന് കേട്ടണോ? അതിന് ചിത്രം സ്ക്രീനിൽ കാണാം അല്ലെ. ചുവന്ന നിറത്തിലുള്ളതുണ്ട്, വെള്ള നിറം, പഴുത്തില്ലെങ്കിൽ അത് വെള്ള കളറാണ്. അപ്പൊ ധാരാളം ചാമ്പക്ക ഇങ്ങനെ കൊണ്ടുപോയിടുകയാണ് ഇതിനകത്ത്, ഈ പിന്നെ പ്ലാസ്മയിൽ, അതായത് ഈ വെള്ളത്തിൽ. അപ്പൊ പുഴയുടെ പേരെന്താ? പ്ലാസ്മ. വെള്ള നിറത്തിലുള്ള പുഴ ഇങ്ങനെ ഒഴുകുകയാണ് കേട്ടോ. ഈ ഒഴുകുന്ന റൂട്ടില്ലേ, ആ റൂട്ടിന്റെ പേരാണ് ബ്ലഡ് വെസൽ. അപ്പൊ ബ്ലഡ് വെസൽ കൂടി ഒഴുകുന്നതാണ് പ്ലാസ്മ. ഇതിനകത്ത് കുറേ ചാമ്പക്ക കൊണ്ടിടുക, ധാരാളം ചാമ്പക്ക കൊണ്ടിടുക. അധികവും ഇട്ടത് റെഡ് കളറുള്ളതാണ്. ആ റെഡ് കളറുള്ള ചാമ്പയ്ക്ക വിളിക്കുന്ന പേര് RBC. വെള്ള കളർ ചാമ്പയ്ക്ക വിളിക്കുന്ന പേര് WBC. അപ്പൊ ഞാൻ
ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് ഈ പുഴയെ വീക്ഷിക്കുന്ന സമയത്ത് എനിക്ക് ഈ പുഴ ഏത് കളറിലാണ് കാണാം? റെഡ് കളറിലേ കാണുള്ളൂ. കാരണം എന്താണ്? ഈ ചാമ്പക്ക എങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. ഏറ്റവും കൂടുതലുള്ളത് റെഡ് കളർ കാണുന്ന ചാമ്പക്കയാണ്. ഓക്കെ, അപ്പൊ ഇതെന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞിട്ടുള്ളത്. അതായത് രക്തം ഒഴുകുന്ന ഈ പുഴ ഒഴുകുന്ന ഈ വഴിയെ വിളിക്കുന്ന പേരാണ് ബ്ലഡ് വെസൽ എന്ന് പറയുന്നത്. അതായത് പുഴ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? പ്ലാസ്മയാണ്. അപ്പൊ രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. അതിനകത്താണ് RBCയും WBCയും പ്ലേറ്റ്ലെറ്റ് ഉള്ളത്. പ്ലാസ്മയിൽ ഏറ്റവും കൂടുതൽ ജലമാണ് ഉള്ളത് കേട്ടോ. പ്ലാസ്മയിൽ ഏറ്റവും കൂടുതലുള്ളത് ജലമാണ്. പ്ലാസ്മയുടെ നിറം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ പറഞ്ഞു, ഇളം മഞ്ഞ നിറമാണുള്ളത്, പെയിൽ യെല്ലോ കളറാണ്. ഓക്കെ, അതൊക്കെ പിന്നെ പറയാം. RBCയുടെ നിറം എന്താ? ചുവപ്പ്. WBCയുടെ നിറം എന്താ? വൈറ്റ്. പ്ലേറ്റ്ലെറ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. RBCന്റെ ഫംഗ്ഷൻ എന്താ അറിയോ? ഈ RBC അസ്ഥിമജ്ജയിൽ നിന്നുണ്ടാകുന്നത്. ഈ അസ്ഥിമജ്ജക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയാം ബോൺ മാരോ. ബോൺ മാരോയിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? RBC ഉണ്ടാകുന്നത്. RBCന്റെ ഷേപ്പ് ബൈകോൺകേവ് ഷേപ്പാണ്. എന്ത് ഷേപ്പ്? ബൈകോൺകേവ്. രണ്ട് സൈഡും കുഴിഞ്ഞിട്ടാ. ബൈ എന്നത് രണ്ട് സൈഡും കുഴിഞ്ഞിട്ടാണ്. RBCയുടെ ഷേപ്പ് ബൈകോൺകേവ് ആണ്. റെഡ് കളർ. ബൈകോൺകേവ് എന്നത് രണ്ട് സൈഡും കുഴിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പൊ അസ്ഥിമജ്ജയിൽ നിന്നാണ്, ബോൺ മാരോയിൽ നിന്നാണ് RBC ഉണ്ടാകുന്നത്. RBCന്റെ ഷേപ്പ് ബൈകോൺകേവ് ആണ്. രണ്ട് സൈഡും എന്താണ് മക്കളെ? കുഴിഞ്ഞിട്ടാണ് RBCക്ക്. ഓക്കെ, ഇനി അടുത്തത് RBCക്ക് ചുവന്ന നിറമാണ്. ഈ ചുവന്ന നിറം കൊടുക്കുന്നത് ഒരു കളറിംഗ് പിഗ്മെന്റ് ആണ്. വർണ്ണകം എന്നാണ് പറയാ. പിഗ്മെന്റ് എന്നെന്താ? നിറം കൊടുക്കുന്നത്. പിഗ്മെന്റ് ആണ് നിറം കൊടുക്കുന്നത്. ആ പിഗ്മെന്റിന്റെ പേരാണ് ഹീമോഗ്ലോബിൻ. അപ്പൊ RBC ബൈകോൺകേവ് ഷേപ്പാണ്. റെഡ് കളറാണ് RBC ഉള്ളത്. ആ റെഡ് കളർ കൊടുക്കുന്നത് ഒരു പിഗ്മെന്റ് ആണ്. റെഡ് കളർ പിഗ്മെന്റ് ആണ്. അതിന്റെ പേരാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ RBCക്ക് അകത്തുള്ള ഹീമോഗ്ലോബിൻ ആണ് RBCക്ക് ചുവന്ന നിറം കൊടുക്കുന്നത്. ആ ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ് അറിയോ? അയേൺ ആണ്. അപ്പൊ അയേൺ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ മാത്രമേ ഹീമോഗ്ലോബിൻ കണ്ടന്റുകളൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ RBC റെഡ് കളർ കൊടുക്കുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഇറ്റ് ഈസ് എൻ അയേൺ കണ്ടെയ്നിങ് പിഗ്മെന്റ്. ഈ ഹീമോഗ്ലോബിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താ അറിയോ? ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡിനെയും സംവഹനം, ട്രാൻസ്പോർട്ടാണ്. അതാണല്ലോ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി RBCന്റെ പ്രത്യേകത. RBCന്റെ ഫുൾ ഫോം എന്താ? റെഡ് ബ്ലഡ് സെൽ. RBCക്ക് മറ്റൊരു പേരുണ്ട് കേട്ടോ, എറിത്രോസൈറ്റ് എന്ന് പറയും. എറിത്രോസൈറ്റ് എന്ന് പറയും. ഓക്കെ, അരുണ രക്താണു, എറിത്രോസൈറ്റ് എന്ന് പറയും. RBC എന്യൂക്ലിയേറ്റഡാ. ഇതൊരു സെല്ലാണല്ലോ. ഒരു ആനിമൽ സെല്ലിന്റെ പ്രത്യേകത എന്താ? ന്യൂക്ലിയസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. ഇതിന് ബൈകോൺകേവ് ഷേപ്പ്. എന്തിനാ ഈ ബൈകോൺകേവ് ഷേപ്പ് കൊടുത്തത്? ന്യൂക്ലിയസ് ഒക്കെ ഒഴിവാക്കിയത് അറിയോ? സർഫസ് ഏരിയ മാക്സിമം കൂട്ടിയിട്ട് ആരെ കൊള്ളിക്കാന്? ഹീമോഗ്ലോബിനെ കൊള്ളിക്കാന്. അപ്പൊ മാക്സിമം ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ടുപോകും. ഒരു ഹീമോഗ്ലോബിൻ 4 ഓക്സിജൻ മോളിക്യൂളിനെ കൊണ്ടുപോകും. ഒരു ഹീമോഗ്ലോബിൻ 4 ഓക്സിജൻ മോളിക്യൂളിനെ കൊണ്ടുപോകും. അപ്പൊ ഇതൊന്ന് ബേസിക് ആയുള്ള കൺസെപ്റ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് ചാപ്റ്റർ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും പറയാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ എന്തൊക്കെ പറഞ്ഞു? ബ്ലഡിന്റെ 2 ഭാഗങ്ങൾ. പ്ലാസ്മ ഫോംഡ് എലിമെന്റ്. രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ആ പ്ലാസ്മയിലാണ് RBCയും WBCയും പ്ലേറ്റ്ലെറ്റ് ഉള്ളത്. RBC ബോൺ മാരോയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ബൈകോൺകേവ് ഷേപ്പാണ്. അതിന് റെഡ് കളർ കൊടുക്കുന്നത് അയൺ കണ്ടെയ്നിങ് പിഗ്മെന്റ് ആയ ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താ? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ ട്രാൻസ്പോർട്ട് ആണ്. RBC എന്യൂക്ലിയേറ്റഡ് ആണ്. എന്ന് പഠിച്ചാൽ മതി. എന്യൂക്ലിയേറ്റഡ്. RBC എന്യൂക്ലിയേറ്റഡ് ആണ്. RBCക്ക് ബൈകോൺകേവ് ഷേപ്പ് ആണ്. ഈ ഷേപ്പ് ഒക്കെ എന്തിനു വേണ്ടിയാ? സർഫസ് ഏരിയ കൂട്ടി മാക്സിമം ഹീമോഗ്ലോബിനെ ഉൾക്കൊള്ളിക്കാൻ. എന്താ ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ? ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു ഹീമോഗ്ലോബിൻ 4 ഓക്സിജൻ മോളിക്യൂളിനെ കൊണ്ടുപോകുന്നു. മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നെടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇതുവരെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലെ. അപ്പൊ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. എങ്ങനെയാണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? വ്യത്യസ്ത ഭാഗങ്ങളിലേക്കും ശ്വാസകോശത്തിലേക്കും കോശങ്ങളിലേക്കൊക്കെ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, 97% നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ 97% ഓക്സിജനെ കൊണ്ടുപോകുന്നത് ബ്ലഡിനകത്തുള്ള RBC ആണ്. ആരാണ് ഈ RBC? നമുക്കറിയാലോ. അറിയാം. എന്താണ്? ബ്ലഡിനകത്ത് 2 ഭാഗമുണ്ട്. പ്ലാസ്മയുണ്ട്, ഫോംഡ് സെൽസ് ഉണ്ട്, അല്ലെങ്കിൽ ബ്ലഡ് സെൽസ് ഉണ്ട്. ആ ബ്ലഡ് സെൽസിൽ 3 ടൈപ്പ് സെല്ല്, RBC, WBC, പ്ലേറ്റ്ലെറ്റ്. അപ്പൊ 97% ഓക്സിജനെ കൊണ്ടുപോകുന്നത് ആരാണ്? RBC ആണ് ബ്ലഡിലെ. ബാക്കി 3% പോകുന്നത്
പ്ലാസ്മയിൽ അലിഞ്ഞു ചേർന്നിട്ടാണ്. അപ്പൊ ഓക്സിജൻ 2 രൂപത്തിലാണ് പോകുന്നത്. 3% പ്ലാസ്മയിൽ ഡിസോൾവ്ഡ് ആയിട്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലാസ്മയിൽ വെള്ളം ഉണ്ട് അല്ലെ. അപ്പൊ ഡിസോൾവ്ഡ് സ്റ്റേറ്റ് ത്രൂ പ്ലാസ്മയിൽ ലയിച്ചിട്ടാണ് പോകുന്നത്. 97% ഓക്സിജനെ കൊണ്ടുപോകുന്നത് ആരാണ്? RBC ആണ്. ഇത് നേരത്തെ വരച്ച ചിത്രം തന്നെയാണ്. ഇതാണ് ഹാർട്ട് കാണാം. ഹാർട്ടിൽ നിന്നും പൾമണറി ആർട്ടറി വഴി ലങ്സിനകത്തോട്ട് പോകുന്നു. ലങ്സിനകത്ത് വെച്ച് ഗ്യാസ് എക്സ്ചേഞ്ച് നടന്ന് പൾമണറി വെയിൻ വഴി ഹാർട്ടിലേക്ക് പോകുന്നു. ഹാർട്ടിൽ നിന്നും കോശങ്ങളിലേക്ക് പോകുന്നു. കോശങ്ങളിൽ നിന്ന് തിരിച്ച് പൾമണറി, ഇത് എന്ത് ആർട്ടറിയാണ്? ഇത് സിസ്റ്റമിക് ആർട്ടറി അല്ലെ. സിസ്റ്റമിക് ആർട്ടറി. ഇതെന്താണ്? സിസ്റ്റമിക് വെയിൻ അല്ലെ. സിസ്റ്റമിക് വെയിൻ വഴി തിരിച്ചു പോകുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ 97% ഓക്സിജനെ കൊണ്ടുപോകുന്നത് ആരാണ് സുഹൃത്തുക്കളെ? നമ്മുടെ RBC ആണ്. എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുക? ഓക്കെ, അത് ഇങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. RBCനകത്തുള്ള ഏതോ ഒരു പിഗ്മെന്റ് ഉണ്ടല്ലോ, റെഡ് കളർ കൊടുക്കുന്ന, ആ റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെന്റിന്റെ പേരെന്താണ്? ഹീമോഗ്ലോബിൻ അല്ലെ. ഹീമോഗ്ലോബിൻ ആണ്. HB എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടും. അപ്പൊ അതിന് മുന്നേ ഒന്നുകൂടി പറയാം. RBCന്റെ വേറെ പേരാണ്, ഫുൾ ഫോം ആണ് റെഡ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ എറിത്രോസൈറ്റ്. അതിന് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണ വസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ഈസ് എ റെഡ് കളേർഡ് അയൺ കണ്ടെയ്നിങ് പിഗ്മെന്റ്. അയൺ, ഇരുമ്പ് അടങ്ങിയിരിക്കുന്ന പിന്നെ ഒരു ചുവന്ന നിറം കൊടുക്കുന്ന വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഓരോ ഹീമോഗ്ലോബിനും 4 മോളിക്യൂൾ ഓക്സിജനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. എങ്ങനെയാണ് ഇത് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര എളുപ്പമാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അങ്ങനെ ഇതാണ് ഹാർട്ട്. ഹാർട്ട് ഈസ് എ പമ്പിങ് ഓർഗൻ. ഹാർട്ട് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പമ്പ് ചെയ്യുന്ന ഓർഗനാണ്. നമ്മുടെ മോട്ടോർ പമ്പ് പോലെ, കിണറ്റിൽ നിന്ന് വെള്ളം ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്നത് പോലെ അതൊരു അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി? വെള്ളത്തിന് പകരം നമ്മുടെ ബ്ലഡിനെ പമ്പ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക്, ഇത് ലങ്ങിനകത്തുള്ള ആൽവിയോളസ് ആണല്ലോ. ഹാർട്ടിനകത്തുനിന്ന് അശുദ്ധ രക്തം, എന്താ അശുദ്ധ രക്തം? ഓക്സിജന്റെ അളവ് കുറഞ്ഞ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ രക്തം നേരെ എങ്ങോട്ട് എത്തി മക്കളെ? ആൽവിയോളസിലേക്ക് എത്തി അല്ലെ. ആൽവിയോളസിലെത്തി. ഈ അറിയാലോ ആൽവിയോളസിന്റെ കണ്ടീഷൻ എന്താ? എപ്പോഴും ആലോചിക്കുക. ആൽവിയോളസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലായിരിക്കും, PCO2 കുറവായിരിക്കും, ടെമ്പറേച്ചർ കുറവായിരിക്കും, H+ കുറവായിരിക്കും. ഏതൊക്കെയാണ് മക്കളെ പറ? PO2 കൂടുതലായിരിക്കും, PCO2 ഒന്ന് ഫോക്കസ് ചെയ്തരാം. PO2 കൂടുതലായിരിക്കും, PCO2 കുറവായിരിക്കും, ടെമ്പറേച്ചർ കുറവായിരിക്കും, H+ കുറവായിരിക്കും. എവിടെ? ആൽവിയോളസ്. അങ്ങനെ ആയാൽ മാത്രമേ ഇതിനകത്ത് നിന്നും ഇങ്ങോട്ട് എന്ത് ചാടുകയുള്ളൂ? കാർബൺ ഡൈ ഓക്സൈഡും. ഇതിനകത്ത് നിന്ന് ഇങ്ങോട്ട് എന്ത് ചാടുകയുള്ളൂ? ഓക്സിജൻ ചാടുള്ളൂ. ഇതിനകത്ത് കൂടി എന്താ സുഹൃത്തുക്കളെ പോകുന്നത്? രക്തമല്ലേ. രക്തം ഉണ്ടാക്കിയത് ആരൊക്കെ ചേർന്നിട്ടാണ്? പ്ലാസ്മയും ബ്ലഡ് സെല്ലല്ലേ. ആ ബ്ലഡ് സെല്ലിനകത്തുള്ള ഒരു ബ്ലഡ് സെല്ലല്ലേ RBC. ആ RBCക്ക് അകത്തുള്ള ഒരു വർണ്ണവസ്തു അല്ലേ ഹീമോഗ്ലോബിൻ. ഇതിനകത്ത് കൂടി അപ്പൊ ആരാ പോകുന്നത്? RBC അല്ലേ പോകുന്നത്. RBC പോകുന്നുണ്ട്. WBC ഒക്കെ ഇങ്ങനെ അതിനകത്ത് കൂടി ഇങ്ങനെ പോകുന്നില്ലേ. അപ്പൊ ഇതിനകത്ത് നിന്നും ഓക്സിജൻ ഇങ്ങോട്ട് ചാടുന്നു. എങ്ങോട്ട് ചാടുന്നു? ഹീമോഗ്ലോബിനിലേക്ക് ചാടുന്നു. അങ്ങനെ ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ആകുന്നു. എവിടെ വെച്ച്? ആൽവിയോളസിൽ വെച്ച്. ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇവിടെ ഞാൻ ചിത്രം വരച്ചിട്ടുണ്ട് അല്ലെ. ആൽവിയോളസ്. ആൽവിയോളസിന്റെ പ്രത്യേകത എന്താ? ആൽവിയോളസിൽ PO2 കൂടുതലാണ്, PCO2 കുറവാണ്, ടെമ്പറേച്ചർ കുറവാണ്, H+ കുറവാണ്. H+ കുറവാണ്, pH കൂടുതലാണ് അല്ലെ. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇവിടെ എന്താ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത ഇവിടെ ഓക്സിജൻ കുറവാണ് അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്. അപ്പൊ ഇതിനകത്ത് നിന്ന് ഇതിലേക്ക് എന്ത് ചാടി സുഹൃത്തുക്കളെ? കാർബൺ ഡൈ ഓക്സൈഡ് ചാടി. ഇതിനകത്ത് നിന്ന് ഇങ്ങോട്ട് എന്ത് ചാടി? ഓക്സിജൻ. അപ്പൊ ഇതിനകത്ത് നിന്ന് ഇങ്ങോട്ട് ഓക്സിജൻ ചാടണമെങ്കിൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ചാടണമെങ്കിൽ ആൽവിയോളസിൽ ഓക്സിജൻ അളവ് കൂടണം, കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കുറയണം, ടെമ്പറേച്ചർ കുറയണം, H+ കുറയണം. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ആൽവിയോളസിന്റെ കണ്ടീഷൻ എന്താ മക്കളെ? PO2 കുറവ്, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവ്, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറവ്, ടെമ്പറേച്ചർ കുറവ്, H+ കുറവ്, H+ കുറവ്. എവിടെയുള്ള കണ്ടീഷനാണ്? ആൽവിയോളസിൽ. അപ്പൊ ഇതിനകത്ത് നിന്ന് ഇങ്ങോട്ട് എന്ത് ചാടി സുഹൃത്തുക്കളെ? ഓക്സിജൻ ചാടി. ഇതൊരു രക്തക്കുഴലല്ലേ. ഈ രക്തക്കുഴലിനകത്ത് കൂടിയല്ലേ RBC ഒഴുകി പോകുന്നത് പ്ലാസ്മയിൽ കൂടെ? അല്ല സുഹൃത്തുക്കളെ. അതെ. ഈ RBCന്റെ നിറം എന്താണ്? ചുവപ്പ്. ആ ചുവന്ന നിറം കൊടുത്ത വർണ്ണവസ്തു എന്താ? ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ എന്താ? ഞാൻ പറഞ്ഞു, ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഫംഗ്ഷൻ. അപ്പൊ ഇതിനകത്ത് നിന്ന് ചാടിയ ഓക്സിജൻ, ആൽവിയോളസിൽ നിന്ന് ഇങ്ങോട്ടോ ഓക്സിജൻ ചാടാനുണ്ടായ സാഹചര്യം എന്താ? PO2 കൂടുതൽ, PCO2 കുറവ്, ടെമ്പറേച്ചർ കുറവ്, H+ കുറവ്. ആ ഓക്സിജൻ ഇതിനകത്ത് നിന്നും ഇങ്ങോട്ട് ചാടി അത് RBCക്ക് അകത്തുള്ള ഹീമോഗ്ലോബിനായിട്ട് കൂടി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനായി. ഈ ഓക്സി ഹീമോഗ്ലോബിന്റെ പ്രത്യേകത എന്താ അറിയോ?
അൺസ്റ്റേബിൾ ആണ്. അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഇത് വിഘടനത്തിന് വിധേയമാകുന്നതാണ്. വിഘടനത്തിന് വിധേയമാകുന്നു എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമോ? ഡിസോസിയേഷന് വിധേയമാകുന്നതാണ്. അങ്ങനെ ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനായി എവിടെ വെച്ച്? ആൽവിയോളസിൽ വെച്ച്. ഇത് രണ്ടും കൂടിച്ചേരണമെങ്കിൽ ആൽവിയോളസിൽ വെച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓക്സിജൻ ചാടിയിട്ട് ഹീമോഗ്ലോബിനുമായിട്ട് കൂടിച്ചേരണം. ഹീമോഗ്ലോബിൻ ഏതിനകത്താണുള്ള സുഹൃത്തുക്കളെ? RBCക്ക് അകത്തുള്ള. RBCക്ക് അകത്തുള്ള ഹീമോഗ്ലോബിനുമായി കൂടിച്ചെന്ന് ഓക്സി ഹീമോഗ്ലോബിനായി. ഇത് എവിടെ വെച്ചാൽ നടക്കുന്ന? ആൽവിയോളസിൽ വെച്ച്. അപ്പൊ ആൽവിയോളസിന്റെ കണ്ടീഷൻ എന്താ? PO2 കുറവ്, PCO2 കുറവ്. സോറി, എന്താ ഇവിടെ മിസ്റ്റേക്ക്? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ സുഹൃത്തുക്കളെ? ഇവിടെ എന്താണ്? PO2 കൂടുതലല്ലേ? PO2 കൂടുതൽ, PCO2 കുറവ്, ടെമ്പറേച്ചർ കുറവ്, H+ കുറവ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇങ്ങോട്ട് ഓക്സിജൻ ചാടുള്ളൂ. അങ്ങനെ എന്തായി മാറി? ഓക്സി ഹീമോഗ്ലോബിനായി മാറി. എന്തായി മാറി? ഓക്സി ഹീമോഗ്ലോബിനായി മാറി. അപ്പൊ ഇവിടെ എത്തുമ്പോൾ എന്താ? ഇതെല്ലാം ഓക്സി ഹീമോഗ്ലോബിനായി മാറി. ആ ഓക്സി ഹീമോഗ്ലോബിൻ സുഹൃത്തുക്കളെ പൾമണറി വെയിൻ വഴി നേരെ ഹാർട്ടിലേക്ക് പോയി. അപ്പൊ പറ, പൾമണറി വെയിനകത്ത് എന്ത് ബ്ലഡ് അല്ലേ? ഓക്സിജന്റെ അളവ് കൂടിയ, കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കുറഞ്ഞ ബ്ലഡ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ ഇങ്ങോട്ട് ചാടി, ഓക്സിജൻ മുഴുവൻ ഇങ്ങോട്ട് ചാടി. ഇതിനകത്തുള്ള RBCയിലെ ഹീമോഗ്ലോബിനായി കൂടി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനായി മാറി. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ ഓക്സി ഹീമോഗ്ലോബിൻ നേരെ ഇങ്ങനെ ശുദ്ധരക്തം നേരെ ഹാർട്ടിലേക്ക് പോയി. ഹാർട്ടിൽ നിന്ന് സിസ്റ്റമിക് ആർട്ടറി വഴി നേരെ, സിസ്റ്റമിക് ആർട്ടറിൽ എന്ത് ബ്ലഡ് ആണുള്ളത് സുഹൃത്തുക്കളെ? പ്യുവർ ബ്ലഡ് ആണുള്ളത്. ആ സിസ്റ്റമിക് ആർട്ടറി വഴി നേരെ ഇങ്ങനെ പോയി എവിടേക്ക് എത്തി സുഹൃത്തുക്കളെ? സെല്ലിലേക്ക് എത്തി. നമുക്കറിയാം സെല്ല് പട്ടിണിയിലാണ് അല്ലെ? സെല്ലിനൊക്കെ പ്രത്യേകത എന്താ? PO2 കുറവാണ് സുഹൃത്തുക്കളെ, PCO2 കൂടുതലാണ് സുഹൃത്തുക്കളെ, ടെമ്പറേച്ചർ കൂടുതലാണ്, H+ കൂടുതലാണ്. അപ്പം PO2 കുറവ്, PCO2 കൂടുതൽ, ടെമ്പറേച്ചർ കൂടുതൽ, H+ കൂടുതൽ. ഇവിടുത്തെ കണ്ടീഷൻ എന്താ? ഓക്സിജന്റെ അളവ് കൂടുതലാണ്. എന്തിന്റെ അളവ് കുറവാ? കാർബൺ ഡൈ ഓക്സൈഡ് കുറവാ. അപ്പൊ ഇവിടേക്ക് എത്തിയ ബ്ലഡിന്റെ പേരെന്താ സുഹൃത്തുക്കളെ? ഓക്സി ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറി. ഇതിന്റെ പ്രത്യേകത എന്താ? അൺസ്റ്റേബിൾ അല്ലെ? ഹാർട്ടിൽ നിന്ന് ഇവിടേക്ക് പോയി, ഇവിടെ നിന്ന് ഓക്സിജൻ ഹീമോഗ്ലോബിനായി കൂടി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനായി അങ്ങനെ പോയി ഹാർട്ടിലേക്ക് പോയി. ഏത് രക്തക്കുഴൽ വഴി? പൾമണറി വെയിൻ വഴി പോയി. ഹാർട്ടിൽ നിന്ന് അങ്ങനെ പോയി ബോഡി പാർട്സിലേക്ക് പോയി. ബോഡി പാർട്സിലേക്ക് കൊണ്ടുവന്ന രക്തക്കുഴലിന്റെ പേരെന്താ? സിസ്റ്റമിക് ആർട്ടറി അല്ലെ? ഇവിടേക്ക് എത്തി. ഇവിടെ എത്തിയപ്പോൾ മക്കളെ സെല്ലിൽ പട്ടിണിയാണ്, ഓക്സിജന്റെ അളവ് കുറവാണ്, PCO2 കൂടുതലാണ്, ടെമ്പറേച്ചർ കൂടുതലാണ്, H+ കൂടുതൽ. അപ്പൊ ഉടനെ തന്നെ നമ്മുടെ ഓക്സി ഹീമോഗ്ലോബിൻ പൊട്ടുകയാണ് സുഹൃത്തുക്കളെ, പൊട്ടുകയാണ്. ഓക്സി ഹീമോഗ്ലോബിൻ പൊട്ടിയത് എവിടെ വെച്ചാ? സെല്ലുകളിൽ വെച്ച് അല്ലെങ്കിൽ ടിഷ്യൂസിൽ വെച്ച്. അങ്ങനെ ഓക്സി ഹീമോഗ്ലോബിൻ പൊട്ടിയാൽ എന്തൊക്കെ കിട്ടി? HB കിട്ടി, ഓക്സിജൻ കിട്ടി. എന്തൊക്കെ കിട്ടി? ഹീമോഗ്ലോബിൻ കിട്ടി, ഓക്സിജൻ കിട്ടി. അപ്പൊ ഇവിടെ വെച്ച് ഈ ഓക്സി ഹീമോഗ്ലോബിൻ പൊട്ടിയിട്ട് എന്തായി മാറി? HB ആയി ഓക്സിജൻ. ഈ ഓക്സിജൻ ഇതിനകത്ത് നിന്ന് ഇങ്ങോട്ട് ചാടും. അപ്പൊ തിരിച്ച് സെല്ല് എന്ത് തരുന്നു സുഹൃത്തുക്കളെ? കാർബൺ ഡൈ ഓക്സൈഡ് തരുന്നു. ആ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും അറിയോ? ഈ ഫ്രീ ആയ ഹീമോഗ്ലോബിൻ ഇല്ലേ, ആ ഹീമോഗ്ലോബിൻ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അങ്ങനെ പോയി അവസാനം സെല്ലിലേക്ക് എത്തി എന്ന് വിചാരിക്കുക. അങ്ങനെ ഓക്സിജൻ ഏതിനകത്തോട്ട് കയറുന്നു? സെല്ലിനകത്തോട്ട് കയറുന്നു. സെല്ല് അതിന്റെ എല്ലാ മെറ്റബോളിക് പ്രവർത്തനത്തിനും വേണ്ടിയിട്ട്, അതിന്റെ മെറ്റബോളിക് ഓക്സിജൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കോശങ്ങൾ അത് ഉപയോഗിക്കുന്നു. അതിന്റെ ഫലമായിട്ടാണ് ബൈ പ്രൊഡക്റ്റ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ഇങ്ങോട്ട് റിലീസ് ചെയ്യുന്നു. അത് ആരുമായിട്ട് കൂടിച്ചേരുന്നു? ഹീമോഗ്ലോബിനായിട്ട് കൂടിച്ചേരുന്നു. ആ കാര്യം നമുക്ക് പിന്നെ പറയാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്സിജന്റെ ട്രാൻസ്പോർട്ടാണ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നത്. അപ്പൊ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി കൂടിച്ചേർന്നു ആൽവിയോളസിൽ വെച്ച്. ആൽവിയോളസിൽ ഇത് രണ്ടും കൂടിച്ചേരേണ്ടായ സാഹചര്യം PO2 കൂടുതലാണ്, PCO2 കുറവാണ്, ടെമ്പറേച്ചർ കുറവാണ്, H+ കുറവാണ്. അങ്ങനെയുള്ള സാധനമാണ് ഓക്സി ഹീമോഗ്ലോബിൻ. അത് അൺസ്റ്റേബിൾ, പൊട്ടും. അങ്ങനെ ആ ഓക്സി ഹീമോഗ്ലോബിൻ തികുത് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ഇവിടെ നിന്ന് തികുത് പോകുന്ന മ്യൂസിക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. സിസ്റ്റമിക് ആർട്ടറി വഴി എവിടേക്ക് എത്തുന്നു? സെല്ലിലേക്ക് എത്തുന്നു. ആ ചിത്രമാണ് ഇവിടെ. സെല്ലിൽ പട്ടിണിയാണ്. സെല്ലിന്റെ പ്രത്യേകത എന്താ? PO2 കുറവാണ് സുഹൃത്തുക്കളെ, PCO2 കൂടുതലാണ് സുഹൃത്തുക്കളെ, ടെമ്പറേച്ചർ കൂടുതലാണ്, H+ കൂടുതലാണ്. PO2 അല്ലാത്ത ബാക്കിലൊക്കെ കൂടുതൽ അല്ലെ? pH കുറവ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതാണ് പൊട്ടും. ഓക്സി ഹീമോഗ്ലോബിൻ പൊട്ടും. ഓക്സി ഹീമോഗ്ലോബിൻ എവിടെ വെച്ചാ പൊട്ടി? ടിഷ്യൂസിൽ വെച്ചാ. അപ്പൊ ടിഷ്യൂന്റെ കണ്ടീഷൻ എന്താ? അത് ഇടക്കിടക്ക് എക്സാമിന് ചോദിച്ചതാ. PO2 കുറവാണ് സുഹൃത്തുക്കളെ, PCO2 കൂടുതലാണ്, ടെമ്പറേച്ചർ കൂടുതലാണ്, H+ കൂടുതലാണ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ, ടിഷ്യൂസിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ കണ്ടീഷൻ മാത്രമേ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യാൻ പൊട്ടുകയുള്ളൂ. അങ്ങനെ പൊട്ടിയാൽ ഹീമോഗ്ലോബിനായി, ഓക്സിജനായി. അങ്ങനെ ഉണ്ടായി ഈ ഓക്സിജൻ സെല്ലിലേക്ക് പോകുന്നു.
സെല്ല് അതിന്റെ മെറ്റബോളിക് പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഇവിടെ ആര് ഫ്രീ ആയി സുഹൃത്തുക്കളെ ഹീമോഗ്ലോബിൻ. ആ ഹീമോഗ്ലോബിനിലേക്ക് ആര് വരുന്നു സുഹൃത്തുക്കളെ കാർബൺ ഡൈ ഓക്സൈഡ്. അതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇതാണ് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. അപ്പൊ 97% ഓക്സിജനെ കൊണ്ടുപോകുന്നത് RBC ആണ്, ബ്ലഡിനകത്തുള്ള RBC ആണ്. 3% ഓക്സിജനെ കൊണ്ടുപോകുന്നത് ഡിസോൾവ്ഡ് സ്റ്റേറ്റ് ആണ്. ഏത് വഴി? പ്ലാസ്മ വഴി അല്ലെ. ഇനി ആദ്യം എന്ത് ചെയ്യാം? RBC എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു. RBCയുടെ ഫുൾ ഫോം റെഡ് ബ്ലഡ് സെല്ലാണ്, വേറെ പേര് എറിത്രോസൈറ്റ് ആണ്. അതിന് ചുവന്ന നിറം കൊടുക്കുന്ന ഹീമോഗ്ലോബിൻ ആണ്. അത് ഇരുമ്പടങ്ങിയ ഒരു വർണ്ണവസ്തുവാണ്. ഒരു ഹീമോഗ്ലോബിന് 4 ഓക്സിജനെ കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ ഹാർട്ടിൽ നിന്ന് അശുദ്ധ രക്തം ആൽവിയോളസിലേക്ക് എത്തി. ഏത് വഴി? പൾമണറി ആർട്ടറി വഴി. അപ്പൊ പൾമണറി ആർട്ടറിയിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ രക്തമാണ്. അത് ഇവിടേക്ക് എത്തി അല്ലെ. ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടിന്റെ പ്രത്യേകത എന്താ? ആൽവിയോളസിന്റെ പ്രത്യേകത എന്താ? PO2 കൂടുതലാണ്, PCO2 കുറവാണ്, ടെമ്പറേച്ചർ കുറവാണ്, H+ കുറവാണ്. എപ്പോഴും ഈ കണ്ടീഷൻ ആൽവിയോളസിലാണെന്ന് മനസ്സിലാക്കുക. ഓക്സിജൻ അളവ് കൂടുതൽ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറവ്, ടെമ്പറേച്ചർ കുറവ്, H+ കുറവ്. അപ്പൊ ഇവിടെ എന്ത് കൂടുതലാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങോട്ടും, ഓക്സിജൻ ഇങ്ങോട്ടും ചാടി. ആ ഓക്സിജൻ നേരെ ഹീമോഗ്ലോബിനുമായിട്ട് കൂടിച്ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനായി മാറി. അപ്പൊ ഹീമോഗ്ലോബിൻ കൂടിച്ചേർന്ന് ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി കൂടിച്ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനായി മാറുന്നത് എവിടെ വെച്ചാണ്? ആൽവിയോളസിൽ വെച്ചാണ്. ഇത് കൂടിച്ചേരണമെങ്കിൽ, ഇത് കൂടിച്ചേർന്ന് ഇതാകണമെങ്കിൽ ആൽവിയോളസിൽ PO2 കൂടുതലായിരിക്കണം, PCO2 കുറവായിരിക്കണം, ടെമ്പറേച്ചർ കുറവായിരിക്കണം, H+ കുറവായിരിക്കണം. അങ്ങനെ ഉണ്ടായതാണ് ഓക്സി ഹീമോഗ്ലോബിൻ. ആ ഓക്സി ഹീമോഗ്ലോബിൻ അതായത് ശുദ്ധരക്തമായി മാറി. അത് പൾമണറി വെയിൻ വഴി നേരെ ഹാർട്ടിലേക്കും, ഹാർട്ടിൽ നിന്ന് ബോഡി പാർട്സിലേക്കും കൊണ്ടുപോകും. ബോഡി പാർട്സിലേക്ക് കൊണ്ടുപോകുന്നത് ഏതു വഴിയാണ്? സിസ്റ്റമിക് ആർട്ടറി വഴിയാണ്. സിസ്റ്റമിക് ആർട്ടറി വഴിയാണ് ഇത് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇവിടെ എത്തി, അതായത് സെല്ലുകളിലേക്ക് എത്തി അല്ലെ. സെല്ലിലേക്ക് എത്തുമ്പോൾ സെല്ലിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. PO2 കുറവാണ്, PCO2 കൂടുതലാണ്, ടെമ്പറേച്ചർ കൂടുതലാണ്, H+ കൂടുതലാണ്. അങ്ങനെ ഓക്സി ഹീമോഗ്ലോബിൻ സെല്ലിലേക്ക് എത്തുന്ന സമയത്ത്, ഓക്സി ഹീമോഗ്ലോബിൻ സെല്ലിലേക്ക് അല്ലെങ്കിൽ ടിഷ്യൂസിലേക്ക് എത്തുമ്പോൾ അവിടെ എന്താ കണ്ടീഷൻ? PO2 കുറവാണ്, PCO2 കൂടുതലാണ്, ടെമ്പറേച്ചർ കൂടുതലാണ്, H+ കൂടുതലാണ്. ഇത് പൊട്ടുകയാണ് സുഹൃത്തുക്കളെ, പൊട്ടുകയാണ്. അങ്ങനെ ഹീമോഗ്ലോബിനായി, ഓക്സിജനായി. ഈ ഓക്സിജൻ സെല്ലിലേക്ക് കയറുന്നു. ഇവിടെയും നടക്കുന്ന ഡിഫ്യൂഷൻ ആണ്. സെല്ല് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഓക്സിജൻ ഉപയോഗിക്കുന്നു. എല്ലാം മീൻസ് ഓക്സിജൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അങ്ങനെ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാർബൺ ഡൈ ഓക്സൈഡ് നേരെ ഹീമോഗ്ലോബിനായിട്ട് കൂടുന്നു. ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം, ബാക്കി എന്താ സംഭവിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയും? ചുരുക്കി എഴുതി കൂടെ എങ്ങനെ എഴുതാം? അപ്പൊ 97% RBC കൊണ്ടുവന്നു. RBC അല്ല കൊണ്ടുവന്ന, ആക്ച്വലി ആരാ? RBCക്ക് അകത്തുള്ള ഹീമോഗ്ലോബിൻ. 3% കൊണ്ടുവന്ന ആരാ? ഡിസോൾവ്ഡ് സ്റ്റേറ്റ് ത്രൂ പ്ലാസ്മ വഴിയാണ് അല്ലേ. അത് നമുക്ക് പഠിക്കാമല്ലോ. 3% പ്ലാസ്മ വഴിയാണ് കൊണ്ടുപോകുന്നത് മനസ്സിലാക്കുക. ഓക്കെ, ഇത് ഇനി ചുരുക്കി എഴുതി കൂടെ എങ്ങനെ ചുരുക്കി എഴുതാം? അപ്പൊ നമുക്ക് ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് എങ്ങനെ ചുരുക്കി എഴുതാൻ കഴിയും ഒന്ന് നോക്കി നോക്കാം. അപ്പൊ ഹീമോഗ്ലോബിൻ അല്ലെ, ഹീമോഗ്ലോബിൻ ആരുമായി കൂടിച്ചേർന്നു? ഓക്സിജനുമായി കൂടിച്ചേർന്നു. എവിടെ വെച്ചാ കൂടിച്ചേർന്നത്? ആൽവിയോളസിൽ വെച്ചാ കൂടിച്ചേർന്നത് അല്ലെ. ആൽവിയോളസിൽ വെച്ചാ. ആൽവിയോളസിന്റെ അവസ്ഥ എന്താ? PO2 കൂടുതലാണ്, PCO2 കുറവാണ്, ടെമ്പറേച്ചർ കുറവാണ്, H+ കുറവാണ്. അപ്പൊ മാത്രം ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി കൂടിച്ചേർന്ന് എന്തുണ്ടാവുള്ളൂ? ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുള്ളൂ. ഇത് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ? നമുക്കറിയാം ഇതെന്താണ്? അൺസ്റ്റേബിൾ. ഈ ഓക്സി ഹീമോഗ്ലോബിൻ പോയി 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 എവിടേക്ക് എത്തി? സെല്ലിലേക്ക് എത്തി. സെല്ലിലേക്ക് എത്തുമ്പോ സമയത്ത് സെല്ലിന്റെ അവസ്ഥ എന്താ? അല്ലെങ്കിൽ ടിഷ്യൂവിന്റെ അവസ്ഥ എന്താ? PO2 കുറവ്, PCO2 കൂടുതല്, ടെമ്പറേച്ചർ കൂടുതല്, H+ കൂടുതൽ. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ഓക്സിഹീമോഗ്ലോബിൻ പൊട്ടിയിട്ട് ഹീമോഗ്ലോബിനാവും, ഓക്സിജനും മാറും. ഈ ഓക്സിജൻ നേരെ ഏതിനകത്തോട് കയറി പോകും? സെല്ലിനകത്തോട് കയറും. സെല്ലിന്റെ മെറ്റബോളിക് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. തിരിച്ച് എന്ത് റിലീസ് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി മക്കളെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രാഫാണ്. ഗ്രാഫിന്റെ പേര് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്നാണ് പേര്. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. എന്താണ് ഈ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്? ആണ് സിമ്പിൾ ആയിട്ട് പറയാം, ഒരു ഗ്രാഫാണത്. ആ ഗ്രാഫിന്റെ എക്സ് ആക്സിസിൽ ഞാൻ എന്ത് എഴുതി? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് എഴുതി. ഏത് യൂണിറ്റ് എന്ന? മില്ലിമീറ്റർ മെർക്കുറിയിൽ എഴുതി. ഇവിടെ എന്ത് എഴുതി? പെർസെന്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. ഇത് ഏത് ആക്സിസ് ആണ്? നമുക്കറിയാം Y ആക്സിസ്. അപ്പൊ എക്സ് ആക്സിസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജന്റെ വാല്യൂസും അപ്പൊ ഏകദേശം എത്രയായിരിക്കും? 0 mmHg, 20 mmHg, 40 mmHg, 60 mmHg, 80 mmHg, 100 mmHg.
ഇവിടെ ഞാൻ എഴുതിയ വൈ ആക്സിസിൽ പെർസെന്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. ഇതിൽ ഈ സാച്ചുറേഷൻ എന്നുള്ള പദത്തിന് പകരം ഞാൻ വേറൊരു ടേം യൂസ് ചെയ്യാണ്, ബൈൻഡിങ് എന്ന് എഴുതുകയാണ്. ഓക്കെ, ബൈൻഡിങ്. അപ്പൊ ഈ സാച്ചുറേഷൻ തൽക്കാലം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. അവിടെ ഉണ്ട് കേട്ടോ, പെർസെന്റേജ് ബൈൻഡിങ് ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. എത്ര ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി ബൈൻഡ് ചെയ്തു, അതിന്റെ മറ്റൊരു ടേമാണ് പെർസെന്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. അത് വൈ ആക്സിസിൽ എഴുതി. ഈ ആക്സിസിൽ എന്ത് എഴുതി? PO2 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എഴുതി. അപ്പൊ നമ്മൾ PO2 ഇൻ mmHg മെർക്കുറി, മില്ലിമീറ്റർ മെർക്കുറിയിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും വൈ ആക്സിസിൽ പെർസെന്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാഫ് കിട്ടും. ആ ഗ്രാഫിന് എന്ത് ഷേപ്പാണ് അറിയോ? ഒരു എസ് ഷേപ്പാണ്. ഈ ഗ്രാഫിന്റെ പേരാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും എന്ത് ഒലക്കക്ക് വേണ്ടിയിട്ടാണ് ഈ ഗ്രാഫ് ചെയ്യുന്നത് എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം ഈ ഡെഫിനിഷൻ വായിക്ക്. എ സിഗ്മോയിഡ് കർവ് ഈസ് ഒബ്റ്റൈനഡ്. ഈ കർവിന്റെ ഷേപ്പ് എന്താ? സിഗ്മോയിഡ് കർവ് എന്നാ. സിഗ്മോയിഡ് കർവ് ഈസ് ഒബ്റ്റൈൻഡ്. ഇങ്ങനെ സിഗ്മോയിഡ് കർവ് നമുക്ക് ലഭിക്കും വെൻ എപ്പോ പെർസെന്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ, അതാണല്ലോ വൈ ആക്സിസിൽ. അതായത് എത്ര ശതമാനം ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി ബൈൻഡ് ചെയ്തു എന്നുള്ളത് ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് PO2 പാർഷ്യൽ പ്രഷറുമായിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാഫ് കിട്ടും. ആ കർവിനെ വിളിക്കുന്ന പേരാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. അതിന്റെ നോർമൽ ഷേപ്പ് എന്താണ്? സിഗ്മോയിഡ് ആണ്, എസ് ഷേപ്പ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ടെക്സ്റ്റ് ബുക്കിലെ ആ ചിത്രം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം ഇതാ. ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം പേജ് നമ്പർ 274 കാണാം. നോക്കൂ മക്കളെ, ഇത് ക്ലിയർ ആക്കി തരാവേ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് ഇത് തന്നിട്ട് ചോദിക്കും ഇത് എന്താണ്? ഐഡന്റിഫൈ ദ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇതാ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. എന്താണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്? ഒരു പെർസെന്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജന് എന്തുമായിട്ട് കർവ് PO2മായിട്ട് ഒരു പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാഫ് കിട്ടും. അതാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്. ഈ ഓക്സിജൻ ഡിസോസിയേഷൻ കർവിന് എസ് ഷേപ്പ് ആണ്, അല്ലെങ്കിൽ സിഗ്മോയിഡ് കർവാണ് കിട്ടുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ ഗ്രാഫ് ചിലപ്പോൾ നിന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾക്കറിയാം ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഇതൊരു നോർമൽ ഒരാളുടെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവാ. എന്താ സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് എന്നാണ് അല്ലെ. എത്ര ശതമാനം ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി ബൈൻഡ് ചെയ്തു, അതാണ് വൈ ആക്സിസിൽ കാണിച്ചത്, 100% വരെ അല്ലെ. ഇവിടെ mmHൽ കാണിച്ചു. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് 60% ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി ബൈൻഡ് ചെയ്തപ്പോൾ അല്ലെ, 60% ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി ബൈൻഡ് ചെയ്തപ്പോൾ ഉള്ള പാർഷ്യൽ പ്രഷർ. അപ്പൊ നോക്കുക, 60% നേരെ ഇവിടെ എത്തിയില്ലേ. എന്നിട്ട് താഴോട്ട് ഇങ്ങനെ നോക്കുക. അപ്പൊ ഇത് എത്ര വാല്യൂ? 30 എഴുതിയാൽ പോരാ, 30 mmHg. ആ സമയത്തുള്ള പാർഷ്യൽ പ്രഷർ എത്ര? 30 mmHg. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, പിന്നെ 60 mmHg PO2 ആയ സമയത്ത് എത്ര ശതമാനം ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി ബൈൻഡ് ചെയ്തു? 90. ചിലപ്പോൾ പല രീതിയിൽ ചോദിക്കാം. ചിലപ്പോൾ 60 ചോദിക്കാം, ചിലപ്പോൾ 40 അല്ലെങ്കിൽ നോക്കൂ 30% ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി ബൈൻഡ് ചെയ്തപ്പോൾ ഉള്ള PO2 എത്ര? 20. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാം ഈ ഗ്രാഫിനകത്തുനിന്ന്. അപ്പൊ ഈ ഗ്രാഫ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇവിടെ ഇത് സിഗ്നിഫിക്കൻസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗ്രാഫ്? എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സ്റ്റഡിയിങ്, പഠിക്കുന്നതിന് വേണ്ടി. ദ എഫക്ട് ഓഫ് ഫാക്ടേഴ്സ് ലൈക്ക് PCO2, H+, ടെമ്പറേച്ചർ ഓൺ ബൈൻഡിങ് ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി ബൈൻഡ് ചെയ്യുന്നത് എവിടെയാണ്? നമുക്കറിയാം ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി ബൈൻഡ് ചെയ്യുന്നത് ആൽവിയോളസിലാണ് അല്ലേ. ആൽവിയോളസിലാണ്. ആൽവിയോളസിന്റെ കണ്ടീഷൻ എന്താ? PO2 കൂടുതൽ, PCO2 കുറവ്, ടെമ്പറേച്ചർ കുറവ്, H+ കുറവ് അല്ലേ. അപ്പൊ ഏതെല്ലാം ഘടകങ്ങളെയാണ് ഹീമോഗ്ലോബിൻ ബാധിക്കുന്നത്? എഫക്ട് ഓഫ് ഫാക്ടേഴ്സ്, അതായത് PCO2, H+, ടെമ്പറേച്ചർ ഒക്കെ എങ്ങനെയാണ് ബൈൻഡിങ് ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ അതിനെ സ്വാധീനിക്കുന്നത് എന്നത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഫോർ സ്റ്റഡിയിങ് ദ എഫക്ട് ഓഫ് ഫാക്ടേഴ്സ് ലൈക്ക് PCO2, H+, ടെമ്പറേച്ചർ ഓൺ ബൈൻഡിങ് ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ. PCO2 കുറഞ്ഞു കഴിഞ്ഞാൽ, PCO2 കൂടിക്കഴിഞ്ഞാൽ ഈ ഗ്രാഫിന്റെ ഷേപ്പ് മാറും. ഗ്രാഫ് ചിലപ്പോൾ ഇടത്തോട്ടോ, ചിലപ്പോൾ ഗ്രാഫ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ചിലപ്പോൾ ഗ്രാഫ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഗ്രാഫിന്റെ ഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാം അത് അതിനെ സ്വാധീനിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ എന്താ ഇതിന്റെ സിഗ്നിഫിക്കൻസ്? സ്റ്റഡിയിങ് ദ എഫക്ട് ഓഫ് ഫാക്ടേഴ്സ് ലൈക്ക് PCO2 പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, H+, ടെമ്പറേച്ചർ എല്ലാം ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി ബൈൻഡ് ചെയ്യുന്നതിന് എങ്ങനെയൊക്കെ സ്വാധീനിച്ചു എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള ഗ്രാഫാണ്. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ ആലോചിച്ച് കണ്ടെത്തുക. ഇതിൽ നിന്ന് നമുക്ക്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല, ഓക്സിമീറ്റർ എന്ന സാധനം അല്ലെ. കൊറോണ സമയമാണോ ഇത്? ഈ കൊറോണ സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓക്സിമീറ്റർ. അതിനകത്ത് കാണാം PSO2 എന്നൊക്കെ കാണാം.
അതും ഇതും തമ്മിൽ ഭയങ്കര ഒരു ബന്ധമുണ്ട്. എന്താന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് സബ്ജക്ട് ടീച്ചറോട് ചോദിച്ചു നോക്കൂ. ഓക്കെ, ഈ ഓക്സിമീറ്ററും ഓക്സിജൻ ഡിസോസിയേഷൻ കർവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്, ഭയങ്കര ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം എന്നുള്ളത് ചോദിച്ചു നോക്കൂ. എന്റെ ഒക്കെ ഓക്സിമീറ്റർ എടുത്ത് നോക്കുന്ന സമയത്ത് 99 എന്നൊക്കെ കാണാം. എന്താണ് 99% എന്ന് കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ സുവോളജി ടീച്ചറോട് ചോദിച്ചു നോക്കൂ. ഓക്കെ, അപ്പൊ ഈ ഓക്സിജൻ ഡിസോസിയേഷൻ കർവും ഇതും നമ്മൾ ഭയങ്കര ബന്ധമാണ് കേട്ടോ. അപ്പൊ എന്താ ഈ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്? ഇറ്റ് ഈസ് എ സിഗ്മോയിഡ് കർവ്. ഒരു സിഗ്മോയിഡ് കർവ് നമുക്ക് ലഭിക്കുന്നു എപ്പോ പെർസെന്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ PO2 പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിഗ്മോയിഡ് കർവ്. ഇതൊരു നോർമൽ ഹ്യൂമൻ ബീങ്ങിന്റെ നല്ല ഫങ്ഷണലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളുടെ ലങ്സും റെസ്പിറേഷനൊക്കെ കറക്റ്റായ ഈ ഓക്സിജനും ഹീമോഗ്ലോബിനൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന, ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി ബൈൻഡ് ചെയ്യുന്ന ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഷേപ്പാണ് സിഗ്മോയിഡ് കർവ്. എ നോർമൽ ഹെൽത്തി മാൻ, അങ്ങനെ ചുരുക്കി പറയാം. എ നോർമൽ ഹെൽത്തി മാന്റെ ഗ്രാഫാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവിന്റെ ഷേപ്പാണ് സിഗ്മോയിഡ് കർവ് അല്ലെങ്കിൽ എസ് ഷേപ്പ്. ഇത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ പറയാം, ഫോർ സ്റ്റഡിങ് ദ എഫക്ട് ഓഫ് ഫാക്ടേഴ്സ് ലൈക്ക് PCO2 H+ ടെമ്പറേച്ചർ ഓൺ ബൈൻഡിങ് ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ. PCO2 H+ ടെമ്പറേച്ചർ എങ്ങനെയാണ് ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി ബൈൻഡ് ചെയ്യുന്നത് സ്വാധീനിക്കുക. ചില ആൾക്കാർ PCO2 കൂടുതലായിരിക്കും, ചില ആൾക്കാർ H+ കൂടുതലായിരിക്കും, ചില ആൾക്കാർ ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചറൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി ബൈൻഡ് ചെയ്യൂല. അപ്പൊ ഗ്രാഫിൽ മാറ്റം ഉണ്ടാവും. PCO2 കൂടിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ഓക്സിജനായിട്ട് ബൈൻഡ് ചെയ്യുന്നത് കുറയും, അത് ഗ്രാഫിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഇയാളുടെ കണ്ടീഷൻ എന്നുള്ളത്. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കൂ, ഭയങ്കര എളുപ്പമാണ്. എവരി 100 ml ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ്, ഓരോ 100 ml ശുദ്ധരക്തത്തിനകത്തും അതിനകത്ത് 5 ml ഓക്സിജന് ടിഷ്യൂസിലേക്ക് കൊണ്ടുപോകാൻ കഴിയും അണ്ടർ നോർമൽ ഫിസിയോളജിക്കൽ കണ്ടീഷൻ. അസുഖമൊന്നും ഇല്ലെങ്കിൽ, അതാണ് നോർമൽ ഫിസിയോളജിക്കൽ കണ്ടീഷനിൽ ഓരോ 100 ml ശുദ്ധരക്തത്തിനകത്തും എത്ര ml ഓക്സിജൻ ടിഷ്യൂസിലേക്ക് കൊണ്ടുപോകാൻ കഴിയും? 5 ml. അപ്പൊ 100 ml ശുദ്ധരക്തത്തിനകത്ത് 5 ml ഓക്സിജൻ ടിഷ്യൂസിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇതോടുകൂടി നമ്മൾ എന്ത് മനസ്സിലാക്കി? ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ, ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസിൽ 2 ഉണ്ട്, ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജനും ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും. ഇതിൽ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ പറഞ്ഞു അല്ലെ. 97% ഓക്സിജനെ കൊണ്ടുപോകുന്നത് ആരാണ്? RBCയിലെ ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ്. ബാക്കി 3% പ്ലാസ്മയിൽ ഡിസോൾവ്ഡ് സ്റ്റേറ്റ് ആയിട്ടാണ് പോകുന്നത് അല്ലെ. ഇതോടുകൂടി NV ബയോളജി ക്ലാസ്സസിന്റെ ഈ വീഡിയോ ലെസൺ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത വീഡിയോ ലെസണിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസിലെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഇനി വളരെ കുറഞ്ഞ എപ്പിസോഡുകൾ മാത്രമേ, 1-2 എപ്പിസോഡുകൾക്കുള്ളിൽ നമ്മുടെ ചാപ്റ്റർ തീരുന്നതാണ്. ഓക്കെ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ടാണ് ക്ലാസ്സുകൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ചവിട്ടി കൂട്ടുക. അപ്പോൾ ഞാനൊരു വീഡിയോ ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.